ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മൾ കുറച്ച് റിച്ച് ആണ്. ട്വിന്നിങ് ആണോ? നമ്മൾ റെയിൻകോട്ട് വാങ്ങിച്ച് മഴയെ പെയ്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മൾ രാജാക്കന്മാരാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. അതിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞു. ഓ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചെരുപ്പൂരിടാ. ഓ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ഞാൻ മൈക്ക് വയ്ക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മൾ കുറച്ച് റിച്ച് ആണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. ബാ, ബെഡ്റൂം കാണിച്ചു പറ. ആക്ച്വലി നമുക്കിന്ന് ഒരു ഷൂട്ട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനാണ് ഇവിടുത്തെ ഇത് റെൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒരു ദിവസത്തേക്കൊക്കെ സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പരസ്യമൊന്നുമല്ല, വേണമെങ്കിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഫുൾ നെറ്റ്ഫ്ലിക്സ് പരിപാടി ചില്ലെല്ലാം ഉണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. പുതിയ ഐറ്റം. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ഒരുവിധപ്പെട്ട സ്ഥലം, തിരുവനന്തപുരത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. തിരുവനന്തപുരത്തിന് ഇഷ്ടപ്പെട്ട നല്ല സ്ഥലം. ശരിക്കും നമ്മൾ 1-2 വട്ടം വന്നിട്ടുണ്ട്. കുറേ ദിവസം നമ്മൾ മിക്ക ദിവസം ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. നമ്മുടെ ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞു, ഒരു ചേട്ടൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ഞാൻ പിന്നീട് എടുക്കുമ്പോൾ കാണിച്ചു തരാമേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മുടെ പാളയം, പള്ളിയെല്ലാം ഒരുവിധം കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര നീറ്റായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഇടയ്ക്ക് കണ്ടൻറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരാറുണ്ട്. ഇതാണ് ബെഡ്റൂം. ഒരു 1 BHK ആണ്. ഒരു ബെഡ്റൂം, ഒരു ഹാള്, പിന്നെ ഇവിടെ തന്നെ കിച്ചൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സ്വാതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മളിന്ന് ചിലപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കുക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു നോർമൽ ബഡ്ജറ്റിൽ ഒരു കപ്പിൾസിനോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഹാപ്പി ആയിട്ട് വന്ന് നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതലായിട്ട് പറയണില്ല. ഇനി ബാക്കി സ്വാതി വന്നതിന് ശേഷം നമുക്ക് കാണാം. ഇന്നത്തെ കണ്ടൻറ്റ് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടെ നല്ല വെയിലാണ്. പക്ഷേ സായിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സായിയുടെ അവിടെ ഭയങ്കര മഴ. അതെന്ത് വാങ്ങാണ്ടി. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് അവർ വരട്ടെ. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നൊരു കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ അത് അവൾ വന്നു കഴിഞ്ഞാൽ അത് നടക്കുള്ളൂ. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. വൈഫൈ ഓണായില്ലടാ. ഓണായില്ലെന്ന് തോന്നുന്നു. ഇരിക്കുന്നതെന്ന് ഇതാരാ വന്നത്? ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ട്വിന്നിങ് ആണോ? അതൊക്കെ ഞാനും എടുക്കും, എൻ്റെ വ്ളോഗിലും വരും. സ്വാതി സായിക്കൊരു കമ്മല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഓ, ക്യൂട്ട്. എന്തിരി ഭയങ്കര വലുതായി പോയില്ലേ? ഓ, നൈസ് ബ്രോ, നൈസ്. ഒരു കിടില ബസ് പോകും. അല്ല, എനിക്കെന്താ മണി കൊണ്ടുവന്നല്ലോ. മണി നിന്റെ വില ഉണ്ട്. നല്ല കിടില മണി, നല്ല പോലെ സൗണ്ട് കേൾക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. ഇവരൊക്കെ കൂടെ ഉണ്ടാക്കി നമ്മൾ പോയി വാങ്ങിക്കൊണ്ട് തിന്നേണ്ട അവസ്ഥ എത്തി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, വാങ്ങി തിന്നാം. അടിച്ച് പൊട്ടിക്കണം. ഇത് കൊഴിയാടാണ് തോന്നുന്നു. ഇത് ചൂര, നെത്തോലി എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മളപ്പോൾ വിചാരിച്ചൊരു സിനിമയ്ക്ക് പോകണം. സിനിമയുടെ പേരെന്താണ്? അതിരടി. ഒരു ദിവസം നമ്മളെ പടം ഇതേപോലെ വരും അല്ലടി? ഇന്റർവെല്ലിൽ ടോവിനോ തൂക്കി.
നമുക്ക് പോപ്കോൺ വാങ്ങി തരാൻ പോയിരിക്കുകയാണ്. യെസ്, നമ്മൾ പോപ്കോൺ തീരാറായി. നമ്മൾ പോപ്കോൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീർന്നു കഴിഞ്ഞാൽ ഇവർ നമുക്ക് അത് തരില്ല. സത്യം ഒരിക്കലും ഇല്ല. അങ്ങനെ സിനിമ കണ്ട് വീട്ടിലോട്ട് പോകുന്ന നേരത്താണ് ഇവിടെ ഒരു സ്കൂൾ ബാഗ് വാങ്ങാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരൊരു സ്കൂൾ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിരടി മൂവി കണ്ടിട്ട് വന്ന വരവാണേ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട പടം. ഗ്യാസിന്റെ ഒരു മണമുണ്ട്. ഗ്യാസ് കത്തിച്ചേണ്ട കുഴപ്പമില്ല. നമ്മൾ കോഫി ഇടുകയാണ്. സൂപ്പർ പടം, ഒന്നും പറയില്ല. പോയി എല്ലാവരും കാണണം. അതിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിത്തേരിക്കും നമ്മൾ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അതിരടിയുടെ റിവ്യൂ ആണ്. നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം രാവിലെ ഞാൻ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയണ കേട്ടിട്ടാണ് കാണാൻ പോയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, പക്ഷേ ഒരു അയ്യപ്പനും കോശിയുമാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ അയ്യപ്പനും കോശിയൊന്നും ആരും പ്രതീക്ഷിച്ച് പോകണ്ട. അത് വേറെ ലീഗാണ്, അത് വേറെ പടം, അത് അങ്ങനത്തെ പടം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോമഡി ഒരു കോളേജ് ഫിലിം. നമ്മളെ കോളേജിലൊന്നും അങ്ങനെ ഈ മറ്റേ ഇത്രയും വലിയ ഫെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ വലിയ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. നല്ലൊരു കോളേജ് ഫെസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഒരു നല്ല പടം, ഒരു നല്ല അടിപൊളി പടം. പിന്നെ കുറച്ച് രാവിലെ ഒരു പയ്യൻ്റെ ഒരു റീല് ഞാൻ കണ്ട്. അതിലെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി ഈ സിനിമയുടെ ഇത് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് എടുത്ത് കളയും. ഈ സിനിമയുടെ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്ന കുറേ പൊട്ടന്മാരുണ്ട്. പക്ഷെ ഇത് ഒരു ഫ്രണ്ട് അഭിനയിക്കണ ഈ സിനിമയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കണ്ടാണ്. പക്ഷെ ആ തെണ്ടി ചതിച്ച് സിനിമയുടെ മുഴുവൻ കഥയും, ഏകദേശം മുഴുവൻ കഥയും അയാൾ ക്യാമിയോ ഉൾപ്പെടെ അതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. കാര്യം അത് ഒരു നല്ല ഫ്രഷ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഭയങ്കര ഫീൽ കിട്ടേണ്ട ഒരു സീനായിരുന്നു. നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴേ എടി ആ സീൻ ഉണ്ടല്ലോ, ആ പുള്ളി പറഞ്ഞ ആ സീൻ അത്രയും കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കണ്. ഭയങ്കര മോശം തെണ്ടി തരം കളപ്പട്ടി ചെറ്റ തെണ്ടി. ഭയങ്കര അത് മോശമാണ്. പക്ഷെ നല്ല പടം, നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുത്ത് കാണാം. നിനക്കെന്താണ് സിനിമയെ പറ്റി പറയേണ്ടത്? അടിപൊളി സിനിമ, ഭയങ്കര എൻജോയ് ചെയ്തു. ന്യൂട്രല ഉണ്ടോ? ലഡുവാ? ന്യൂട്രല എടി ഞാൻ ചോദിച്ചിട്ട് കടയിൽ പോയി ന്യൂട്രല ചോദിച്ചിട്ട് കിട്ടിയില്ല. എടി ന്യൂട്രല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് ചോദിക്കണേ ന്യൂട്രല്ലേ, അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബട്ടർ എന്ന് പറഞ്ഞാൽ അടിച്ചേനെ എന്നെ. നമുക്ക് ബ്രെഡ് ഞാൻ മതി അല്ലടാ, അത്രേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോയത്. ഓ ഞങ്ങളിന്ന് ട്രിവാൻഡ്രം സിറ്റി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എങ്ങനെ സ്റ്റേ? അങ്ങനെ ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റും? നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ചേട്ടനാണ്. അപ്പൊ ചേട്ടന്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ചേട്ടൻ പറയും മക്കള് ഞങ്ങൾ രണ്ടുപേരും സ്വന്തം അനിയത്തെ പോലെ കാണുന്നുണ്ട്. ചേട്ടൻ ഉറപ്പടി ഞങ്ങൾക്ക് ഇത് തരും. പക്ഷെ രാഹുൽ ചേട്ടൻ അനിയനായിട്ട് കണ്ടിട്ടില്ല. അത് ചേട്ടൻ പറയും, അത് കമന്റ് ബോക്സ് പറയും. ഞാൻ ഇതൊക്കെ ഇടുവേ. ഓ എന്റെ വ്ളോഗ് വലിയ സ്ക്രീനിൽ. ഓ സീൻ തന്നെ. ഓരോ 3 കോഫി റെഡി ആക്കിയിട്ടുണ്ട്. സായിയുടെ വക കോഫി. ഗ്യാസിന് നല്ല നല്ല മണമുണ്ട്. ഓ പണിയെടുക്കുന്നു സ്വാതി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പോയൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട് വരാം. ബൈ ഗൈസ്. നൈറ്റിൽ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. സീനല്ലേ? കാട്ടട എവിടെയുള്ള നീ കാട്ടട എവിടെയുള്ള മരക അവിടെ സ്പീഡിൽ പറഞ്ഞാണ് കണ്ട ഞാൻ കണ്ട്. ഓ നൈസ് നൈറ്റ് ആണെങ്കിലും കുറച്ച് ചെടി വാങ്ങാൻ വന്നാണ് അല്ലടാ.
ഇപ്പൊ ഈ പുതിന മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തമ്പ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്നും കാണാതെ പോണ എങ്ങനെയാ? ഇതിന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ ഇങ്ങനെ വരുന്നുണ്ടേ, എന്തൊരു ചന്തം. ഇതൊക്കെ പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ അല്ലേ ചിന്ന? ഇത് എത്ര കണ്ടാലും നമുക്കത് അതങ്ങ് മതിയാവൂല. കൊള്ളാം, നല്ല സാധനം. എനിക്ക് പിന്നിൽ എന്തൊക്കെയോ കഥകളുണ്ട്, അതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞു അറിഞ്ഞോളൂ. നല്ല രസമുണ്ട്. എനിക്ക് റിഫ്ലക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു.